സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 14 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 6, ഷോർട്ട് ലിസ്റ്റ് 5, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 2, ഇൻ്റർവ്യൂ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ വെൽഡിംഗ് കാറ്റഗറി നമ്പർ 136/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനലിസ്റ്റ് ഗ്രേഡ് 3 കാറ്റഗറി നമ്പർ 26/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി കാറ്റഗറി നമ്പർ 369/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഓങ്കോളജി കാറ്റഗറി നമ്പർ 568/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി കാറ്റഗറി നമ്പർ 205/2024. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 473/2024. കാറ്റഗറി നമ്പർ 473/2024 വിജ്ഞാപന പ്രകാരം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുപ്പിനായുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റ് 2025 ഒക്ടോബർ 22, 23, 24, 28, 29, 30 എന്നീ തീയതികളിൽ വെള്ളയാണി കാർഷിക കോളേജിൽ തിരുവനന്തപുരം വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അഡ്മിറ്റ് കാർഡ് അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ LR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125462242. എൻഡ്യൂറൻസ് ടെസ്റ്റിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 317/2024. കാറ്റഗറി നമ്പർ 317/2024 വിജ്ഞാപന പ്രകാരം കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാർക്കായി മാത്രം എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 2025 ഒക്ടോബർ 23, 24 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇൻ്റർവ്യൂ മെമ്മോ അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഹാജരാക്കേണ്ടതുമാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ LR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125462242. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം 3rd NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 550/2024. അടുത്ത റാങ്ക് ലിസ്റ്റ് എറണാകുളം ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസസ്, ആയുർവേദ കോളേജസ് എന്നിവിടങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽസ് ട്രെയിനി സ്ട്രീം 1st, 2nd and 3rd കാറ്റഗറി നമ്പർ 1/2025, 2/2025, 3/2025. KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 1st, 2nd, 3rd കാറ്റഗറി നമ്പർ 1/2025, 2/2025,
3/2025 എന്നീ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി 17/10/2025 വെള്ളിയാഴ്ച 9:30 മുതൽ 11:50 വരെയും 1:30 മുതൽ 3:50 വരെയും 18/10/2025 ശനിയാഴ്ച 9:30 മുതൽ 11:50 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരണാത്മക പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LD ടെക്നീഷ്യൻ, കാറ്റഗറി നമ്പർ 38/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 65 ലിസ്റ്റിലാകെ 75 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 15 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ്, കാറ്റഗറി നമ്പർ 474/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 32.67. ലിസ്റ്റിലാകെ 17 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 6 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി, പാർട്ട് സെക്കൻഡ്, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 744/2024. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി, പാർട്ട് ഫസ്റ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 743/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 158 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 130 പേർ മെയിൻ ലിസ്റ്റിലും 28 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. തൃശ്ശൂർ ജില്ലയിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫസ്റ്റ് NCA, വിശ്വകർമ്മ വിഭാഗക്കാർക്കായി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഹെഡ് ഓഫീസിൽ നിന്നും കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസി. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് മെക്കാനിക്ക്, പോലീസ് കോൺസ്റ്റബിൾ ഇൻ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. പത്തനംതിട്ട ജില്ലയിലേക്ക് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാട്രൺ ഗ്രേഡ് ഫസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക്സ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പോളിടെക്സ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് അറബിക്. വയനാട് ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻറ്റ്. വയനാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോളേജ് ഓഫ് ഫൈനാൻസിലേക്ക് ലെക്ചറർ ഇൻ ആർട്സ്
ഹിസ്റ്ററി ആൻഡ് എസ്തറ്റിക്സ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ പ്ലംബിംഗ്. ഹെഡ് ഓഫീസിൽ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ IRB കമാൻഡോ വിങ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ മോൾഡിംഗ് ഫോൾട്രി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് ഇലക്ട്രീഷ്യൻ. തിരുവനന്തപുരം ജില്ലയിലേക്ക് IFS ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനസ്തേഷ്യോളജി. ഹെഡ് ഓഫീസിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. പാലക്കാട് ജില്ലയിലേക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഹെഡ് ഓഫീസിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരളയിലേക്ക് ഹാൻഡക്സിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സൊസൈറ്റി കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരളയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഫോർ SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.